അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാൻ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി നമുക്ക് സന്തോഷത്തിൽ ഒരുങ്ങി നിൽക്കുമ്പോൾ കേൾക്കുന്ന വാർത്ത, മുസ്ലിമീങ്ങൾ പരസ്പരം, അതും സ്വന്തം മക്കളുടെ മുമ്പിൽ റഷീദ് എന്നാളെ കൊല ചെയ്യപ്പെട്ട ഒരു വാർത്ത. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. മക്കൾ ചെറിയ മക്കളാണ്. എത്ര കരഞ്ഞിട്ട് പോലും അവർ വിട്ടില്ലല്ലോ. ഉപ്പയെ കൺമുമ്പിൽ അതാരാണ് കൊല്ലുന്നത്? സ്വന്തം മുസ്ലിം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. പാവം തൻ്റെ മക്കൾ സ്കൂൾ വിട്ട് വരുന്നു. ആ ഉപ്പാനവർ ബാറ്റ് കൊണ്ട് അടിച്ചിങ്ങനെ കൊല്ലുന്നത് മക്കൾ കൺമുമ്പിൽ കാണുന്നു. രക്ഷപ്പെടുത്താനും വേണ്ടി പൊട്ടി അട്ടഹാസിച്ച് കരയുന്നു. പക്ഷേ അവിടെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞില്ല. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. സ്വന്തം പൊന്നാര ഉപ്പയെ കൺമുമ്പിൽ ആ മക്കളുടെ ഒരു സ്ഥിതി എന്തായിരിക്കുന്നു നോക്ക്. പരിശുദ്ധ റമദാനിൽ നാം തിന്മകളെന്നെല്ലാം അകന്ന് നല്ലൊരു ജീവിതം നടത്തി, അല്ലേ, നല്ലൊരു ജീവിതം നടത്താൻ വേണ്ടി അള്ളാഹു നമുക്ക് തന്നൊരു അവസരം. മറ്റു സമൂഹത്തിന് മാതൃകയാകേണ്ട നാം, അതും ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ നാം കേൾക്കുന്ന വാർത്തകൾ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സമുദായത്തിൽ നിന്ന് ചെറിയ ഒരു കാരണത്തിന് വേണ്ടിയൊക്കെ എന്തെല്ലാമാണ്. സ്വന്തം താൻ നിക്കാഹ് കഴിക്കാൻ പോകുന്ന പെണ്ണിനെ എന്തോ ഒരു ആവശ്യത്തിൽ വിളിക്കുന്നു. വല്യമ്മയോട് പറഞ്ഞത് ഞാൻ ഇപ്പോൾ പോയി വരാമെന്നാ. സോയ എന്ന് പറയുന്ന പെൺകുട്ടി പോയി വരാമെന്നാണ് വന്ന് പറഞ്ഞത്. അവിടെ സബീൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. സബീൽ വന്ന ഉടനെ അവളെയും വെട്ടി അങ്ങില്ലാതെയാക്കി. പേര് നോക്കണം, സബീൽ. കൊന്ന ആളുകളുടെ പേരാണെങ്കിൽ ഇമ്രാൻ, സൽമാൻ, ഷാഹിദ്. ഈ മനോഹരമായ പേര് പരിശുദ്ധ റമദാനിന് വേണ്ടി ഒരുങ്ങേണ്ട, പെരുന്നാളിന് വേണ്ടി ഒരുങ്ങി സന്തോഷത്തിൽ കുടുംബത്തോടു കൂടി കഴിയാൻ ഇങ്ങനെ ആഗ്രഹിച്ച് എല്ലാം കുടുംബം ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഓരോ വാർത്തകൾ ഇങ്ങനെയാണ്. ഈ ഒരു സംഭവം നടക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വാർത്തയിൽ കണ്ടവരായിരിക്കാം. എന്നാലും ഇത്തരത്തിലുള്ള ഈ വാർത്തകൾ തീർച്ചയായും മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. ഹഫ്ത കൊടുത്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരു 50,000 രൂപയുടെ വിഷയമാണ്. ഈ കാരണത്തിന് വേണ്ടി ആ മക്കൾ കരയുമ്പോൾ പോലും ഒരു അലിവ് തോന്നാതിരിക്കാനെങ്കിൽ ഇവർ മനുഷ്യരെന്ന് പറയാൻ പറ്റുമോ? ഇവർ ഭൂമിയിൽ ജീവിക്കാൻ ഒരിക്കലും അർഹതല്ലാത്തവരാണ്. ഇവരൊരിക്കലും ഭൂലോകം ഇവർ കാണാൻ പാടില്ല. ആ മക്കൾ അത്ര കരയുമ്പോൾ പോലും ഒരു ചെറിയൊരു അലിവ് പോലും തോന്നില്ല. അതും ഈ റമദാൻ മാസത്തിൽ ആ മക്കൾ അട്ടഹാസിച്ച് കരയുന്നുണ്ട്. അവർ വീണ്ടും അടിക്കുന്നുണ്ട്. മക്കൾക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. റഷീദ് പാഷ എന്ന് പറയുന്ന ആൾ, 45 വർഷം പ്രായമാണ്. ഹഫ്ത ചോദിച്ചപ്പോൾ തരില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പലയിടത്തും ആളുകൾ അവർക്കുള്ള അഹങ്കാരം കാണിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഹഫ്തവുമായി പോകാറുണ്ട്. ചില ആളുകൾ അത് ശക്തമായി എതിർക്കാറുണ്ട്. ആ സമയത്ത് അവരുടെ പ്രവൃത്തി ഇങ്ങനെയാണ്. ഈ പരിശുദ്ധ റമദാനിൽ ഇത്തരത്തിലുള്ള ഈ അനീതികൾ ചെയ്യുന്നത് ഒരു മുസ്ലിം സമൂഹമായി, മുസ്ലിം സമുദായം മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവരെന്ന് കേൾക്കുന്ന വാർത്ത. ഈ സോയ എന്ന് പറയുന്ന പെൺകുട്ടി വല്യമ്മയോട് വന്ന് പറഞ്ഞതാണ് ഞാനിപ്പോൾ പോയി വരാമെന്ന്. ഇത് നടക്കുന്നത് സുങ്കതകട്ട, ബാംഗ്ലൂർ സുങ്കതകട്ടയിലാണ് ഈ സിയായുടെ മരണം നടക്കുന്നത്. താൻ നിക്കാഹ് കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ, ഇവൾക്ക് 17 വർഷമാണ്. സബീൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ഇവളെ കൊന്നുകളഞ്ഞത്. അതേസമയത്ത് റഷീദ് പാഷ എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ വിൽസൺ ഗാർഡൻ എന്ന സ്ഥലത്താണ് റഷീദ് പാഷയുടെ മരണം നടക്കുന്നത്. ഈ മരണം രണ്ടും, ഇത് കൊല്ലുന്നത് മുസ്ലിമുകളാണ്, മരിക്കുന്നത് മുസ്ലിമാണ്. കരുണ ചെയ്യേണ്ട, മറ്റുള്ളവരുടെ സ്നേഹത്തോടു കൂടി പെരുമാറേണ്ട, കാരുണ്യത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പരിശുദ്ധ റമദാൻ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഇവർക്ക് തീർച്ചയായും ഈ ഭൂമുഖത്ത് ഇവർക്ക് അർഹമായ ശിക്ഷ കിട്ടണം. ഇവരെ കൊണ്ട് ഒരു സമൂഹത്തിൻ്റെ പേരും നഷ്ടപ്പെട്ടു, മാത്രമല്ല ഒരു പൊന്നു പിതാവ് തൻ്റെ മക്കൾക്ക് നഷ്ടപ്പെട്ട്. ഒരിക്കലും ആ ഒരു രംഗമുണ്ടല്ലോ, അവർ എത്ര വലുതായാലും ഏത് അവസ്ഥയിലെത്തിയാലും ആ മാനസികമായൊരവസ്ഥയിൽ നിന്ന് അവർക്ക് കരകയറാൻ ഒരിക്കലും ആ മക്കൾക്ക് സാധ്യമല്ല. നിസ്സഹായമായ ഒരവസ്ഥ.
താൻ മരിക്കാൻ പോകുന്ന മക്കളുടെ മുമ്പിൽ വെച്ച് ആ ഒരു രംഗം, ആ ഉപ്പയുടെ വേദന, യാ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല റഷീദിന് അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ. അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാരെ നല്ല ബോധമുള്ളവരാക്കട്ടെ. ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നത് കൂട്ടുന്ന അനീതികൾ ഹഫ്ത ഉസ്സുലാക്കിക്കൊണ്ട് അതിൽ ജീവിച്ച് അതിൽ തൻ്റെ കുടുംബങ്ങളെ പോറ്റുന്നവർ, തീർച്ചയായും ഇതൊക്കെ അള്ളാഹു കൃത്യമായി കാണുന്നുണ്ട്. നമുക്ക് വിചാരിക്കുക ആരും കാണുന്നില്ല എന്നാണോ? അയഹ്സബു അൻ ലൻ യഖ്ദിറ അലൈഹി, എന്നെ ആർക്കും നിയന്ത്രിക്കാൻ, യഖ്ദിറ അലൈഹി അഹദ്, ഒരാൾക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങളൊക്കെ? തീർച്ചയായും അള്ളാഹു നിയന്ത്രിക്കുന്നുണ്ടാണ്. അയഹ്സബു അൻ ലം യറഹു, അള്ളാഹു ഇതൊക്കെ തീർച്ചയായും കാണുന്നുണ്ടെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ. ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും, തീർച്ചയായും നിങ്ങൾക്കുള്ള മടക്കം എന്നിലേക്കാണ്, നിങ്ങളുടെ മേലിൽ എൻ്റെ ഹിസാബുണ്ടാകും. അതൊക്കെ അള്ളാഹു ഭയപ്പെടാൻ വേണ്ടി എല്ലാ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഖത്തീബ് ഉസ്താദന്മാർ ഓതി കൽപ്പിക്കുന്ന ഒരായത്താണ് ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും. ഇതെന്തിനാണ് ഇത് ഓതി കൽപ്പിക്കുന്നത്? നാം അനീതിയും അക്രമവും ചെയ്തു കൂട്ടുമ്പോൾ നമുക്ക് എങ്ങനെയും ജീവിക്കാം എന്നല്ല, തീർച്ചയായും അള്ളാഹു കാണുന്നുണ്ട്, നമ്മുടെ മടക്കം അള്ളാഹുലേക്കാണ് എന്നൊരു ഓർമ്മ എപ്പോഴും അവിടുത്തെ പള്ളിയുടെ ഉസ്താദുമാർ എപ്പോഴും ബോധിപ്പിക്കുകയാണ്. ആ പൊന്നു ഉമ്മ തൻ്റെ മക്കളെയും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ കേട്ട വാർത്ത ഇങ്ങനെയാണ്. ആ മക്കളുടെ ആ മാനസിക അവസ്ഥ, ഇങ്ങനെ ഒരു മക്കളെ മുമ്പിൽ വെച്ച് പോലും ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ആ മനസ്സിൻ്റെ കട്ടിയുണ്ടല്ലോ, തീർച്ചയായും സമ്മതിച്ചേ പറ്റൂ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരു തെറ്റും ചെയ്തില്ലല്ലോ റഷീദ്, ഒരു തെറ്റും ചെയ്തില്ലല്ലോ. സെബിൽ വിളിച്ചപ്പോൾ സ്നേഹത്തോടായിരിക്കുന്ന പോയത്. നോക്കുമ്പോൾ സെബിൽ ചെയ്തത് ആ പൊന്നുമോളോട് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയത്. 17 വർഷമേ ആയിട്ടുള്ളൂ. ആ കുടുംബത്തിൻ്റെ സ്വപ്നമായിരുന്നു ആ പൊന്നുമോൾ. എല്ലാം തീർന്നു, പെരുന്നാളും തീർന്നു, എല്ലാം തീർന്നു. ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ അവസ്ഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളുടെ അവസ്ഥകൾ ഇങ്ങനെയാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നല്ല ബോധവും ഹിദായത്തും അള്ളാഹു നൽകട്ടെ. ആ മരണപ്പെട്ടു പോയ അവർക്ക് ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ. അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്ന തിന്മകൾ ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല എന്ന ധാരണ തീർച്ചയായും ഓരോന്നിനും അനുഭവിക്കേണ്ടി വരും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു ചെറിയ തിന്മ ചെയ്താലും അള്ളാഹു കാണിക്കും. അതിൻ്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.